السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء، وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم، وكان فضل الله عليك عظيما. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر، ما لاح نجم والدياجي تعتكر، تترى على خيل البنين من مضر، من بين رسل الله وسيط الدرر، بحر العطايا المصطفى العالي القدر، أهل الشفاعة خير من جاء بالزبر، ركن الهدى وابل الندى وهو البدر، بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. സമാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഏറെ പാടുകയും പറയുകയും കേൾക്കുകയും ചെയ്തു. അതിനൊരു പരിസമാപ്തി കുറിക്കുന്ന ഒരു മജ്ലിസ്
ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. എത്ര വായിച്ചു പഠിച്ചാലും തീർക്കാൻ കഴിയാത്ത ഒരു വിശുദ്ധ ചരിത്രം ലോകത്തിനു മുന്നിൽ എപ്പോഴും എഴുതുന്നവരും പറയുന്നവരും അവരവരുടെ കഴിവിനനുസരിച്ച് എഴുതി പറഞ്ഞു മതിയാക്കി എന്നതല്ലാതെ പൂർത്തിയാക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരാളും വന്നിട്ടില്ല, വരാൻ ചാൻസും ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവദാനങ്ങൾ ഏറ്റവും അധികം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ അവിടുത്തെ മഹത്വങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ഉണർത്തിയ ഒരു വിഷയമാണ് അവിടുത്തെ ഇൽമ്. ആമുഖമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ദീനിയായ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് അശ്രദ്ധ സംഭവിച്ചുകൂടാ. ദീനിയായ ഇൽമു പഠിപ്പിക്കുന്നതിലും അതിന് പ്രചോദനം നൽകുന്നതിലും മുൻഗാമികൾ ശ്രദ്ധിച്ചതുപോലെ ഉത്സാഹിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യണം. ഓരോ കുടുംബത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മികവുള്ള ആലിമ് ഉണ്ടായേ തീരൂ. ചിലർ ചോദിക്കും, ഉസ്താദേ ഇവിടെ തന്നെ നോക്ക്, നിങ്ങൾ എത്ര മുത്താലിമുകളാ. ഇങ്ങനെ നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ കോളേജുകളും ദർസുകളും നോക്കുമ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം മതി എന്ന രീതിയിലല്ലേ തോന്നുന്നത്? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും സഹോദരങ്ങളെ, ഓരോ കുടുംബങ്ങളിലേക്ക് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം കടന്നു ചെല്ലുമ്പോഴാണ് വിവരക്കുറവിന്റെ കാര്യം മനസ്സിലാകുന്നത്. നല്ലോണം വിവരമുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ പഴയകാലത്തെ പോലെ ആലിമൊന്നായിട്ടില്ലെങ്കിലും ഫത്ഹുൽ മുഈനും അതുപോലെയുള്ള കിതാബുകളൊക്കെ ഓതി പഠിച്ച് തഴക്കമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ വലിയ പേടില്ലായിരുന്നു. അതേ സമയത്ത് ഉണർത്തിക്കൊടുക്കാൻ ശരിയായ ഇൽമില്ലെങ്കിൽ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വലിയ സന്തോഷത്തോടുകൂടെ നടത്തുന്ന ഒരു സദ്യയാണല്ലോ അഖീഖ എന്ന് പറയുന്നത്. 10 സദ്യകൾ സുന്നത്തുണ്ട്. പക്ഷെ പലതും സുന്നത്തായി പുറത്ത് കാണാറില്ല എന്നേ ഉള്ളൂ, അല്ലേ? മാർക്കം നടത്തിയാൽ ഒരു വലീമത്ത് സുന്നത്തില്ലേ?
ആരാ കൊടുക്കാറുള്ളത്? കിട്ടുന്ന ഡ്രസ്സും മുട്ടായൊക്കെ അവിടെ വാങ്ങിക്കുന്നല്ലാതെ. മാർക്കം ചെയ്ത് വന്നാൽ ഒരു വലീമത്ത് സുന്നത്തുണ്ട്. വലീമത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമൊന്നുമല്ല. അൽ വലാഇമു അശ്റുൻ, വലീമത്തുകൾ 10 എണ്ണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദൽ ഖിതാൻ, മാർക്കം ചെയ്യുന്ന സമയത്ത്. അതിനു മുമ്പേ ആദ്യം വരുന്ന ഒന്നാണ് അഖീഖ. ആ അഖീഖ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവര് പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ അടുത്തുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാൽ, അർത്ഥം ചോദിച്ചു. നമ്മൾ അവിടെ എത്തിയപ്പോ സാധാരണ ചോദിക്കുമല്ലോ മൃഗത്തെ അർത്ഥം. നല്ലൊരു മൃഗത്തെ കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വയസ്സും പ്രായമൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അറവ് നടത്തുന്ന ആളും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു, മുടി കളയാനുള്ള ആളെത്തിയിട്ടില്ല, 2 കത്തിയോ ഒപ്പല്ലേ വെക്കണ്ടെന്ന് വെച്ചു. ഇത് നിങ്ങൾ കരുതണ്ട ബാംഗ്ലൂരിലാണ് മലപ്പുറം ജില്ലത്തെ പരിപാടി പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയല്ല. നമ്മുടെ മലപ്പുറം ജില്ലത്തെ സ്ഥലത്തായി പറഞ്ഞ നമ്മൾ വിഷയമായി പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളാണത്. അങ്ങനെ ഉണ്ടോ? 1-2 കത്തിയോ ഒപ്പര വെക്കണ്ട്. കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലും അല്ലേ? ഈ അറവ് നടത്തിക്കഴിഞ്ഞ് മുടി കളയുന്ന വിഷയം, മുടി കളയുന്ന ആള് വന്ന് അതതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അബദ്ധാണത്. എന്ത്? 2 കത്തിയും ഒപ്പം വെക്കണം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനല്ല ചെയ്യേണ്ടത്. അങ്ങനൊന്നുമല്ലല്ലോ കിതാബില് നമ്മൾ ഓതി പഠിച്ചോന്നോ 2 കത്തി ഒപ്പം വെക്കണം എന്നല്ലല്ലോ. അപ്പൊ പിന്നെ എവിടുന്നാ ഇത് വന്നതെന്ന് ചോദിക്കുമ്പോ അത് അറവിന്റെ ആള് പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ്. അറവിന്റെ ആള് മൊയ്ലിയരും കിതാബ് ഓതി പഠിച്ച ആളൊന്നുമല്ല. ആക്കെ അറക്കാൻ അറിയും, അറവ് നടത്താൻ അറിയും. എങ്ങനെ അറവ് നടത്തേണ്ടത്, എന്തെല്ലാം മുറിയണം, ആ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ, അതൊക്കെ അറിയാം. എങ്ങോട്ടാ തിരിച്ചു നടത്തേണ്ടതെന്ന് ആ വിഷയമൊക്കെ അറിയാം. പക്ഷെ അതിന്റെ സുന്നത്ത് ആ രൂപം പോലെ പാലിക്കേണ്ടടുത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, അവിടെ മുടി കളയുന്ന സ്ഥലത്ത് ഈ കളയുന്ന മുടി, വടിച്ചെടുക്കുന്ന മുടി, അത് തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്തുണ്ട്, അല്ലേ? സുന്നത്തുണ്ട്. അപ്പൊ മുടി വടിച്ചു കളഞ്ഞാലും മുടി എന്താ ചെയ്യുക? മുടി അവിടെ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. എന്തിനാ സൂക്ഷിക്കുന്നത്? ഒന്നിനുമല്ല, സൂക്ഷിക്കുന്നത് ഈ തൂക്കാനാണ്. ഇത് കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടണം. അതാണ് അതിന്റെ സുന്നത്ത്. അല്ല പെട്ടിയിലാക്കി തൂക്കി എടുത്തക്കൽ സുന്നത്തൊന്നുമില്ല. തൂക്കണ സമയം വരെ അത് എടുത്തു വെക്കും. തൂക്കം കിട്ടിയാൽ അതിനിത്ര ടൈമൊന്നും വേണ്ട, അത് കുഴിച്ചു മൂടണം. ഈ മുടി കൊണ്ടുപോയിട്ട് സഹോദരങ്ങളെ എന്താ പണിയെന്ന് ചോദിക്കുമ്പോ അത് പുഴയിൽ വയ്ക്കാൻ കൊണ്ടുപോവാണ്. അതെന്താ ഏർപ്പാട്? അങ്ങനെ ഉണ്ടോന്ന് ആരംഭം എന്നുള്ള ഒരു സുന്നത്ത്. കുഴിച്ചു മൂടലല്ലേ സുന്നത്ത്? നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് കുഴിച്ചു മൂടണം. പുരുഷന്മാരുടേത് കുഴിച്ചു മൂടൽ സുന്നത്താണ്, സ്ത്രീകളുടേത് കുഴിച്ചു മൂടൽ നിർബന്ധമാണ്. ഒഴിവാക്കി പോകുന്ന മുടിയും വെട്ടിക്കളയുന്ന നഖമൊക്കെ. മുടി ഇങ്ങനെ വാർന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കത്തിന് വെക്കരുത്, അത് കുഴിച്ചു മൂടിക്കളയണം. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ
റൂമിന്റെ ഉള്ളിലൊക്കെ ചെന്നാൽ ഫാൻ അങ്ങോട്ട് ഇട്ടാൽ ബർക്കത്തിന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഉണ്ട വരും. അത് വാർന്നു വെച്ച ഉണ്ടകളാണ്. അത് ശരി, വാർന്നു വെക്കുമ്പോൾ ഓരോ ഉണ്ട വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എടുത്തു വെക്കലല്ല, അത് കുഴിച്ചു മൂടണം. അത് നിർബന്ധമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കളയുന്നതൊക്കെ അങ്ങനെയാണ്. നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല. അതിലൊരുപാട് സംഗതികളുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നഖത്തിലൂടെ സിഹിർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ശൈത്താന്മാരുടെ കൂട്ടത്തിൽ. സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം. നീ ഒരൊറ്റ കുട്ടി നഖം അവിടെ ഇവിടെയും കളിയില്ല. കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പീടിയല്ലേ. അല്ലോ, ഈ സിഹിർ വരുന്ന പറയുമ്പോൾ പിന്നെ പേടിയായി പോയി. അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ. അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല, അത് കുഴിച്ചു മൂടണം. മറ്റൊരു സംഗതി, ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഹ്ശറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം. എന്താണ് ആ ഭൂമി വായിക്കുന്നത്? ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും, തിന്മയും വായിക്കും. ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ്. ഇയാൾ ഈ സുന്നത്തായ അമല് നിർവഹിച്ചിട്ടുണ്ട്, കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും. അതുകൊണ്ട് ഓരോ 10 ദിവസവും കൂടുമ്പോ നഖം മുറിച്ചു കളയണം. മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും ബർക്കത്തിന് ബാക്കി വെക്കരുത്, മുറിക്കാതെ. അങ്ങനെ വെക്കരുത്. എല്ലാ നഖവും മുറിക്കണം. ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ ബാക്കി വെക്കാൻ പാടില്ല. നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ലണം. ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത്. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ചില പള്ളിയിൽ കുത്തുപോകാന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ബിരുദം കൊടുക്കാൻ പറ്റും, നൗമി ബിരുദം എല്ലാവർക്കും. ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാക്കറിനൊക്കെ നൗമി പുതിയ ബിരുദം. ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് വരുന്നത്. സ്വലാത്ത് ഉറക്ക ചെല്ലണ്ടേ? അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം അല്ലേ? എന്നിട്ട് എവിടെ ഉയർത്തണം? നിങ്ങളെ പള്ളി ഉയർത്തലുണ്ടോ? എന്തിനാണ് പിന്നെ കൂടുന്നത്? കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാം അവർക്ക് മരിച്ചൂടെ. ഉറക്ക സ്വലാത്തല്ലണം. എന്താ തൊള്ളയിലെന്താ പിണ്ണാക്കുണ്ടോ? അത് ചെല്ലാതെ അമീറുൽ മൂമിനീൻ എന്ന് കേൾക്കുമ്പോൾ കാണാം റളിയല്ലാഹുവിനോട് ഉറക്ക ചൊല്ലണാണ്. നിങ്ങൾ ആ റളിയല്ലാഹുവിന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും. അതൊരു മര്യാദക്കേടല്ലേ? സൂഉല്ലദബല്ലേ സഹോദരങ്ങളെ? ശബ്ദം ഉയർത്തേണ്ടത് ഏതുകൊണ്ടാ? സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്. അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഹസൻ ഉസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. അത് 2 ആൾ ഇരിക്കുകയാണെങ്കിൽ 2 ആള്, 150, 200, 300 ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു നിർബന്ധമില്ല. ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൊള്ളണം. ബഖീലാകാൻ പാടില്ല. ആരാ ബഖീല്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്നെ കേട്ടിട്ട്, എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. വെള്ളിയാഴ്ച ഇസ്മല്ല ലമീറിനടക്കം സ്വലാത്തല്ലണമെന്നല്ലേ പറഞ്ഞത്? ഇസ്മിനെ അല്ലേ വലിയ ഭാഗ്യമായി പോയി, പിന്നെ ലമീറിന്. അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം. എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി അവിടെയും ചൊല്ലണം. എന്ത്? ഖത്തീബ് ചൊല്ലിത്തന്നെങ്കിലേ ചൊല്ലു. കേൾക്കണോടെ പറഞ്ഞേ.
വസ്വഹ്ബിഹി, അവിടെയും ചൊല്ലണം സ്വലാത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? എല്ലാവരും വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം. നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ വിജയിച്ചു. നിങ്ങളൊരു ഉറക്ക സ്വലാത്ത് കേട്ടിട്ട് അപ്പുറത്തൊരു 5 ആള് ചൊല്ലി, അവരൊക്കെ ഒന്ന് ഉണർന്നു, ഉറക്ക സ്വലാത്തല്ലുന്നവരായി. നിങ്ങൾ ആ സ്വലാത്തിനെ അവിടെ സജീവമാക്കിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ആദരവ് തരും. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഉറക്ക ചൊല്ലണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ സ്വഫിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഉറക്ക സ്വലാത്തല്ലണം. ഉറങ്ങരുത്. ഖുതുബ കേൾക്കുന്നത് വലിയൊരു ഇബാദത്താണ്. ഖുതുബ കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ? അതിനല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഈ മആശറൽ മുസ്ലിമീനെ വിളിക്കുന്ന ഒരാളില്ലേ, അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് ഖുതുബയുടെ വിഷയത്തിൽ വന്ന ആയത്തായിട്ടാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതിയത്. അതിൽ പെട്ടൊരു മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. വൈദാ ഖുരിഅൽ ഖുർആനു എന്നതിന് മഹാൻ അവர்கள் തഫ്സീർ എഴുതി, അയിൽ ഖുതുബത്തു. ഖുതുബക്ക് ഖുർആൻ എന്ന് പേര് വെക്കാനുള്ള കാരണം ഖുർആനിക ആയത്തുകളും ഉപദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഖുതുബ. അപ്പൊ ഖുതുബ നടത്തപ്പെടുമ്പോ ഫസ്തമിഉ ലഹു വഅൻസിതു, സാഗൂതം അത് ശ്രവിക്കണം, ശ്രദ്ധിക്കണം. കേട്ടാൽ മാത്രം പോരാ. അങ്ങനെയാണ് ഇവന് അങ്ങനെ പറയേണ്ടേയില്ല. ഫസ്തമിഉ ലഹു വഅൻസിതു, കേട്ടാൽ മാത്രം പോരാ, നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും, കേൾവിണ്ടായാൽ മതി, അത് പോരാ. മൗനം പാലിച്ചുകൊണ്ട് തന്നെ കേൾക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി. ഇപ്പൊ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേനടുക്ക് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞപ്പോ ഒരു വിഷയം പറഞ്ഞാണ്. അതിന്റെ മുമ്പ് എന്തേ പറഞ്ഞു? മറന്നുപോയോ? നഖം മുറിക്കാം. കുറച്ചു കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 40 ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വരാത്ത, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം. അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പങ്ങളെ ശൈത്താനെ കാണാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്താ അപ്പൊ ശൈത്താനെ കാണാത്തത്? നിങ്ങളെ ഒഴിവാക്കിയോ? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങളെ റബ്ബിന് വേണ്ടേ? അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയത്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലുഹാ, ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം. അങ്ങനെ ഒരു തഫ്സീറുണ്ട്, അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത്. വേറെയും തഫ്സീറുണ്ട്. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയെ, അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത്. ആ തിരുകേശം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല.
അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി. എന്തേ നിങ്ങൾ വരാതിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ 3 കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം, ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ. അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി. ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത്. തള്ളവിരലിന്റെ നഖമാണെങ്കിലും ചെറിയ വിരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം. വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ആ രൂപങ്ങളിൽ അഭാവങ്ങളിൽ തന്നെ വെട്ടണം. വെട്ടിയതിനു ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം. ആ സമയത്തുള്ള സുന്നത്തുകളൊക്കെ പാലിക്കണം. നഖം വെട്ടാതെ ഒരു നഖവും ഉപേക്ഷിക്കരുത്. പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, വെട്ടാത്ത ഒരു നഖം ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പരിക്ക് പറ്റിയാൽ, മുറിവ് പറ്റിയാൽ, മുറിവ് മാറുന്നത് വരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം. അങ്ങനെ വേണ്ട, വലിയ നഖം കൊണ്ട് നടന്നിട്ട് ആളുകളെ ശരീരത്തിൽ കോറിപ്പോയാല് ഇത് വിഷല്ലേ? അത് വിഷാംശത്തിൽ ഏതെങ്കിലും ചെറിയൊരു അംശം കിടന്ന് ടൈം എടുത്താൽ അത് ഷുഗറൊക്കെ ഉള്ള ആളെ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ അത്രയും അയാൾ നഖം വർത്താൻ വന്ന് നഖം ആ ടൈം ആകുമ്പോഴേക്ക് വെട്ടണം. നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത് എന്ന് 3 കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. നഖം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വലിച്ചു കളയരുത്, കുഴിച്ചു മൂടണം. വെട്ടിയ ഉടനെ തന്നെ കൈകൾ കഴുകണം, വൃത്തിയാക്കണം. വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത്. വെള്ളിയാഴ്ചയാണ് അതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം. ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് നഖം വെട്ടണം. നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ, കൈയിന്റെയും കാലിന്റെയും നഖങ്ങൾ അങ്ങനെ വെട്ടണം. ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഖവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കണ്ടപ്പോൾ അത് പകർത്തരുത് എന്നർത്ഥം. നമ്മൾ അത് പകർത്തേണ്ടവരല്ല. നമ്മൾ പകർത്തേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ ഇൽമ്. പഠിപ്പിച്ചു തന്നു, എല്ലാം പഠിപ്പിച്ചു തന്നു. മറ്റുള്ളവർക്കത് പെട്ടെന്ന് ബോധ്യമായി കൊള്ളണമെന്നില്ല, അവർക്ക് പിന്നീടേ മനസ്സിലാകൂ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ വിവരങ്ങളൊക്കെ അല്ലാഹു നൽകിയിട്ടുണ്ടാകും. കണ്ടില്ലേ? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖൈബറിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുമ്പോ ധീരനായ ഒരു മനുഷ്യൻ, നല്ല വെട്ടി പടവരുതിയിട്ട് വിജയം സമ്മാനിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിൽ ശാരീരിക വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടിരിക്കട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ ഈ പോകുന്ന ആള് നരകക്കാരിൽപ്പെട്ട ആളാണ്. നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് അപ്പുറത്തൊരു സഹാബി കണ്ടപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെ? നല്ല പടവെട്ടി ജീവിക്കുന്ന ആള്, ഇസ്ലാമിന് ഒരുപാട് വിജയം സമ്മാനിക്കുന്ന ആളല്ലേ, ധീരനായ സഹോദരനല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് നൽകിയ ഇൽമനുസരിച്ചാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്കത് പിന്നീട് ബോധ്യമായി കൊള്ളും, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അല്ലാഹു എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് നൽകിയ വിവരമാണത്. അദ്ദേഹം പടക്കളത്തിലേക്ക് ചെന്നു, നല്ലോണം പോരാടി. അതെ, അദ്ദേഹത്തിന് നല്ലൊരു വെട്ടുകൊണ്ടപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ നേരത്തെ മനസ്സിൽ ആശങ്ക വന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അതാ നല്ലോണം പടപൊരുതിയിട്ട്
ഒരു ഭാഗത്തവിടെ വെട്ടേറ്റ് മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മരിച്ചിട്ടില്ല. നിങ്ങൾ പോയി ശരിക്കും ശ്രദ്ധിക്കണം, അദ്ദേഹം മരിച്ചിട്ടില്ല, വെട്ടുകൊണ്ടൊരു ഭാഗത്ത് കിടക്കുകയാണ്. ആ സ്വഹാബിയെ പറഞ്ഞയച്ചപ്പോൾ വെട്ടേറ്റു എന്ന കാരണം കൊണ്ട് ഇത്രയും കാലം നല്ലോണം പടപൊരുതിയിട്ട് എനിക്കൊരു വെട്ടും കൊണ്ടില്ലായിരുന്നല്ലോ, ഇപ്പൊ ഒരു വെട്ടേറ്റല്ലോ എന്ന നിലക്ക് ആ മനുഷ്യൻ അതാ തന്റെ വാള് അതിന്റെ മൂർച്ചയുള്ള ഭാഗം മലർക്കെ വെച്ച് ആ വാളിന്റെ മേലെ ശരീരം അങ്ങ് അമർത്തി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ രംഗം നോക്കിക്കണ്ട് നിൽക്കുന്ന സ്വഹാബി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു നബിയെ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ് എന്ന്. നേരത്തെ വരുമ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ ഇദ്ദേഹം നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന്. എനിക്കത് ഇപ്പോൾ ബോധ്യമായി. അവസാന നിമിഷം ഷഹീദായി മരണപ്പെടുന്നതിന് പകരം ഈ മനുഷ്യൻ ആത്മഹത്യയല്ലേ ചെയ്തത്? ജനങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ഞാനിനി എന്ത് പറയും എന്ന ഒരു വല്ലായ്മ മനുഷ്യന് പിടികൂടി. ഒന്നും ആകാനില്ല, അതൊരു അടയാളമല്ലേ? വിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയതിൽ അള്ളാഹു നൽകിയൊരു അസറല്ലേ, അടയാളമല്ലേ അത്? അങ്ങനെ എത്ര മഹാന്മാർക്ക് പറ്റിയിരുന്നു. ഖത്താദ റളിയല്ലാഹുവിന്റെ കണ്ണ് പറഞ്ഞു പോന്നില്ലേ? ഖത്താദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നപ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് അതാ ഉന്തി നിൽക്കുന്നു. മുകൾ ഭാഗത്ത് കുടി മാത്രമേ ഉള്ളൂ, കണ്ണിങ്ങനെ താന്ന് നിൽക്കുകയാണ്. വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല നബിയെ, വിഷമമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ സംസാരമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്കിങ്ങനെ പരിക്ക് പറ്റിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചൊരു ഖളാ അല്ലേ, അള്ളാഹു എനിക്ക് ഈ വിഷയത്തിൽ തരുന്നൊരു സവാബില്ലേ? എന്റെ കണ്ണ് വിശുദ്ധ ദീനിന് വേണ്ടി പറിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായില്ലേ? പക്ഷേ കാണുന്ന ആളുകളൊക്കെ ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഖത്താദക്ക് പരിക്കുറ്റി ഇതിങ്ങനെ പറയാം. ഈ പറച്ചിലാണ് കേട്ടുകൂടാത്തത്. അങ്ങനെയാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണിങ്ങനെ പൊക്കിയിട്ട് പതുക്കെ അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒറ്റടിക്ക് അത് റെഡിയായി. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അമർത്തി തായോട്ട് വെച്ചു കൊടുത്തു. ഒരു പരിക്കുമില്ലാത്ത വിഷയമില്ലാത്ത രൂപത്തിൽ കണ്ണവിടെ ഉറച്ചു വന്നു. അപ്പൊ സമാധാനം. ഖത്താദ റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണ് പോയല്ലോ, ഞാനിങ്ങനെ വന്നിട്ടല്ലേ, ഇങ്ങനെ പോയിട്ടല്ലേ, ഒന്നൊന്നും പറഞ്ഞില്ല. ആ ഒരു വല്ലായ്മ മനുഷ്യനെ പിടികൂടിയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹാദാ മിൻ അഹ്ലിന്നാർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഭാഗമായിരുന്നു അത്. വഅല്ലമക മാ ലം തകും തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ഏത് വിഷയത്തിലും അല്ലാഹു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വം അളീമാ, അത് വിവരണാതീതമാണ്. ഇൽമില് മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങേക്ക് അല്ലാഹു നൽകിയ മഹത്വം അത് വിവരിച്ച് വർണ്ണിച്ച് തീർക്കാൻ ആർക്കും കഴിയില്ല. വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ആർക്കാണത് വരച്ചു തീർക്കാൻ കഴിയുന്നത്, എഴുതി തീർക്കാൻ കഴിയുന്നത്? ഓ സഹോദരങ്ങളെ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമ് മറ്റു അംബിയാഇന് നൽകപ്പെട്ടതുപോലെയല്ല, മാറ്റമുണ്ട്. എന്തേ കാരണം? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തൗറാത്ത് നൽകി. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൻജീൽ നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സബൂർ നൽകി. അതേ വ്യത്യസ്ത നബിമാർക്ക് അല്ലാഹു തആല സ്വഹീഫത്ത് നൽകി. വ്യത്യസ്ത കിതാബുകളും ഏടുകളും നൽകി. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ നൽകിയത് അവർക്കാർക്കെങ്കിലും നൽകിയ രൂപത്തിലാണോ? അല്ല, മാറ്റം ഉണ്ട്. തൗറാത്ത് അത് നിശ്ചിത പലകകളിലായിട്ടല്ലേ അല്ലാഹു നൽകിയത്. ഇഞ്ചീല് അതൊരു ഗ്രന്ഥരൂപത്തിലായിട്ടല്ലേ നൽകിയത്. സബൂറും അങ്ങനെ തന്നെയല്ലേ നൽകിയത്. ഏടുകളും അങ്ങനെ തന്നെയല്ലേ നൽകിയത്. ഖുർആൻ അങ്ങനെയല്ല. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം
അങ്ങയുടെ ഖൽബിലാണ് അല്ലാഹുവിന്റെ കലാമുമായി ഇറങ്ങി വന്നത്. അല്ലാഹുവിന്റെ കലാമു സ്വീകരിക്കാൻ, ആ കിതാബ് മുഴുവനും സ്വീകരിക്കാൻ പക്വതയും പാകതയും പ്രവിശാലതയും ഉള്ള ഒരു ഖൽബേ ലോകത്തുള്ളൂ. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബാണ്. അതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ്. വേറൊരാളുടെയും ഖൽബിലേക്കല്ലല്ലോ അല്ലാഹു കിതാബ് പകർന്നു നൽകിയത്. ഗ്രന്ഥരൂപത്തിലായിട്ടും പലകരൂപത്തിലായിട്ടും മറ്റുമല്ലേ നൽകിയത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഫുർഖാനുൽ അലീം അല്ലാഹു നേരെ നൽകിയത് അവിടുത്തെ ഖൽബിലേക്കാണ്. എന്താണ് ആ ഖൽബിന്റെ പ്രവിശാലത, എന്താണ് ആ ഖൽബിന്റെ സൗന്ദര്യം? അതല്ലേ അല്ലാഹു വിശദീകരിച്ചത്, അലം നശ്റഹ് ലക സ്വദ്റക്. ഓ നബിയേ, ലോകത്തുള്ള എല്ലാ ഇൽമും ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയുള്ള ഖൽബ് തങ്ങൾക്ക് സമ്മാനിച്ചില്ലയോ നബിയേ? ലോകത്തൊരു നബിക്കും അല്ലാഹു ഇത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവികരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു, പിൽക്കാലത്ത് വരുന്ന സർവ്വരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു. ഇനി ലോകത്ത് എത്ര കണ്ടുപിടുത്തക്കാര് വന്നാലും, എത്ര വലിയ ബുദ്ധിമാന്മാര് വന്നാലും, എത്ര മയാചാരക്കാര് വന്നാലും, അവരൊക്കെ ലോകത്ത് വരുന്നതും സ്പർശിക്കുന്നതും മുന്നോട്ട് വെക്കുന്നതും നേരത്തെ നിർവചിച്ച് ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാലങ്കാരിക പ്രയോഗത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഈ യുഗത്തെ നോക്കിക്കണ്ടിട്ട് വർണ്ണിച്ചിട്ടില്ലേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഇന്നത്തെ അടയാളങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്ന് നടക്കാൻ പോകുന്ന അടയാളങ്ങൾ എത്ര കൃത്യമായിട്ടാണ് തങ്ങൾ നോക്കി പറഞ്ഞത്. ആഖിറുസ്സമാനിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടുന്ന രീതിയിൽ ഇനി കാണാനിരിക്കുന്നത് വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങളായി തങ്ങൾ പഠിപ്പിച്ചതൊക്കെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഏതാ സംഭവിക്കാത്തത്? നിങ്ങൾ കണ്ടില്ലേ, വർത്തമാന യുഗത്തില് ജനങ്ങൾക്കൊരു പ്രശ്നവും അല്ലാത്ത രൂപത്തില് യുവസമൂഹം എന്ന് മാത്രമല്ല, ആണും പെണ്ണും വൃദ്ധന്മാരും എല്ലാവരും ഒരു സ്റ്റാറ്റസായി ഉപയോഗിക്കുന്നു മദ്യപാനം. എന്നിട്ടോ അവരുടെ ഭാഷ എന്താണ്? അവരുടെ വർത്തമാനം എന്താണ്? ഖുർആൻ കുടിക്കരുത് എന്ന് പറഞ്ഞത്, ഹദീസ് കഴിക്കരുത് എന്ന് പറഞ്ഞത്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത്, പാടില്ലാത്തതാക്കി വെച്ചത് ഈ ഉപയോഗിക്കുന്നതല്ല, അത് വേറൊന്നാണ് എന്നല്ലേ പറയുന്നത്. ഇതല്ലേ കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുൻപന്തിയിൽ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവർ ഖംർ എങ്ങനെയാണ് ഹലാലാക്കുക? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവരതിന് പേര് മാറ്റി പറയും, പേര് മാറ്റി പറയും. സുബ്ഹാനല്ലാഹ്. ഞാൻ ബഹ്റൈനിൽ വരുമ്പോ എന്റെ തൊട്ടടുത്തുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ. കുറെ കാലമായി ബഹ്റൈനിൽ, ബാവാക്കെന്ന് പറയും. അപ്പൊ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ശേഷം ഈ വിമാനത്തിലുള്ള ആളുകള് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾക്ക് കുപ്പിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അല്ല ഇതിലിപ്പോ എല്ലാ തരം സാധനം ഉണ്ടല്ലോ ഉസ്താദേ, അതും അതിന്റെ വലുതും ചെറുതും. എന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ചെറുപ്പമുള്ള ആളാണ്. അദ്ദേഹം നല്ല ഉയർന്ന ജോലിക്കാരനാണ്, നല്ല ശമ്പളക്കാരനാണ്. വന്നിരുന്നപ്പോ തുടക്കത്തിൽ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഇശാമാരുവിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിലൊക്കെ പതിവുള്ളത് പോലെ തബാറക്കും ഇതാ വക്കാത്തെ കോതി
തബാറക്കും ഇദാ വഖഅത്തും കേട്ടപ്പോൾ ഞാൻ നല്ല സന്തോഷിച്ചു. ഒരു ദീനിന്റെ അലാമത്തുള്ള അടയാളം ഒരു ചെറുപ്പക്കാരനാണല്ലോ, അങ്ങനല്ലേ? രാത്രിയാകുമ്പോൾ ഒരു തബാറക്കും ഇദാ വഖഅത്തും സൂറത്തു സജദയൊക്കെ കേൾക്കുമ്പോൾ, ദുഖാനൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ അങ്ങനെയല്ലേ ധരിക്കുക. അദ്ദേഹം എനിക്ക് നല്ല സന്തോഷമായി, അടുത്ത് കിട്ടിയ ആൾ തന്നെ നല്ല ആളായിപ്പോയല്ലോ. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നുണ്ടൊരു കുപ്പി എടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇത് നജസാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല, ഇത് നിങ്ങളല്ലേ നേരത്തെ തബാറക്ക് ഇദാ വഖഅത്തും ഓതി ആമുഖമായിട്ട് എന്താ ഇപ്പൊ ഈ കുടിക്കുന്നത്? വല്ല മരുന്നാണോ? ഇത് ഖംറല്ലേ, ഇത് പാടില്ലല്ലോ, നേസല്ലേ. ഇതാണോ നിങ്ങൾ ഖുർആൻ ഓതിയ നാവിലൂടെ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഇത് ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞ അതല്ല, ഇത് പേര് വേറെ, ഇതിന്റെ പേര് ബീർ എന്നാണ്, ഇതിന് ആ ഖംറ് എന്ന് പറയില്ല. അന്ന് തങ്ങൾ പറഞ്ഞു ഉമ്മത്ത് എങ്ങനെ അത് ഹലാലാക്കുന്നു? സ്വഹാബത്ത് ചോദിച്ചു, വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, ഖംറിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആനിൽ വിശദീകരിക്കാത്തത്? എല്ലാം അല്ലാഹു വ്യക്തമാക്കി വിശദീകരിച്ചില്ലേ? എന്തിനാണത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. പിശാച് ഖംറിലൂടെ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനാണ്. കുടുംബ കലഹം, ചേരികളിൽ പ്രത്യേകമായി കലഹം രൂപപ്പെടുത്താൻ, അനൈക്യമുണ്ടാക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ, അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ല എന്ന് അല്ലാഹു തആല ഇത്രയും വിശദീകരിച്ചിട്ടും ആളുകൾ പറയുന്നു, നോക്ക് നിങ്ങൾ, അത് വേറെയാണ്, ഇത് വേറെയാണ്. രണ്ടും ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുകയില്ലേ സഹോദരങ്ങളെ? എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം കാണുന്നത്. വിഷയമല്ലാത്ത രൂപത്തിൽ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ കുടിക്കുന്നതും നടക്കുന്നതും? ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങൾ പോലും. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ന്യൂ ഇയറിന് പത്രത്തിൽ വന്ന ഫോട്ടോ നിങ്ങൾ മറന്നുപോയോ? മുസ്ലിം സഹോദരിമാരുടെ ഫോട്ടോയല്ലേ വന്നത്? മദ്യപാനം നടത്തിയിട്ട് കറങ്ങുന്നതും ആടുന്നതും മിനുങ്ങുന്നതും. എന്തൊരു ചിത്രമാണ് വന്നത്! അത് ഇസ്ലാമിനുള്ളൊരു വെല്ലുവിളി പോലെയല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്? ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഇൽമും തഖ്വയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം. അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ്. ഇൽമ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ അമല് വേറെയുണ്ടോ? ഇല്ല. ഏറ്റവും ഇഷ്ടമുള്ള അമലായി തങ്ങൾ തെരഞ്ഞെടുത്തതും സ്വഹാബത്തിനെ പഠിപ്പിച്ചതും സ്വഹാബത്തിനെ സ്ഥാനം കൊടുത്തതും അതല്ലേ? സ്വഹാബിമാരെ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠനം നടത്തിക്കൊടുക്കാൻ വിട്ട സ്വഹാബിമാർക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഓത്ത് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർക്ക് എന്തൊരു ബഹുമാനമായിരുന്നു സ്വഹാബത്തിനിടയിൽ. കാരണം അവരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠനത്തിന് നിശ്ചയിച്ച ഇമാമുകൾ എന്ന നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്കുണ്ടായിരുന്നത്. ആ ബഹുമാനം കണക്കുകൂട്ടിയാണ് മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ തറാവീഹിന് ഇമാമായി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ 6 ആളിൽപ്പെട്ട ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവർകളാണ് തറാവീഹിന് നേതൃത്വം നൽകുന്നത്. വലിയ ഖാരിഉകളിൽപ്പെട്ട ഒരു മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു നിമിഷവും ഖുറായിൽപ്പെട്ട 70 ആളുകളെ റഅൽ ഗോത്രക്കാരും ദക്വാൻ ഗോത്രക്കാരും ഉസയ്യ ഗോത്രക്കാരും ബനൂ ലഹിയാൻ ഗോത്രക്കാരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായത്തിനൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞപ്പോ മുന്തിയ ഓത്തറിയുന്ന 70 ആളുകളെ കൂടെ വിട്ടുകൊടുത്തു. പക്ഷേ മദീനത്തുനിന്ന് പോയിട്ട് അതേ അവരെ നാട്ടിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ ചതി പ്രയോഗിച്ച് ഈ ഖുർആനിനവർ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവർക്കെതിരെയല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 മാസക്കാലം ഖുനൂത്ത് ഓതിയത്. 5 വക്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതിയില്ലേ? അത് ചെറിയൊരു സങ്കടമല്ല. ഒരു ഖബർ കുഴിച്ചിട്ട് 2 ആളുകളെ ഖബറിലേക്ക് വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാനം നൽകിയത് ആർക്കാണ്? ഗോത്രത്തലവൻ ആരാണ് എന്നല്ല ചോദിച്ചത്, കൂടുതൽ വയസ്സൻ ആരാണ് എന്നല്ല ചോദിച്ചത്. അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ. ശുഹദാക്കളിൽ 2 ആളെ ഒരു ഖബറിലേക്ക് വെക്കേണ്ട സാഹചര്യം വരുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, ഈ ആളുകളിൽ കൂടുതൽ ഖുർആൻ സ്വീകരിച്ച് ഇൽമുള്ള ആള് ആരാണ്? ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്? ഫഇദാ ഉശീറ ഇലാ അഹദിഹിമാ, ഒരാളിലേക്ക് സ്വഹാബത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദി, ആദ്യമായി മുന്തിക്കുന്നത് ആ മഹാനെയാണ്. ഒരു ഖബറിലേക്ക് 2 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ, 3 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ്. അതേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ, അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും ഉലമാ, നല്ല ധൈര്യമുള്ള ഇൽമും തഖ്വയുമുള്ള നല്ല ഉലമാ പിറക്കണം. ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് മുതഅല്ലിമീങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദർസുകളൊക്കെ വളരുന്നത്. ദർസ് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഖൈറും ബറക്കത്തും ഏറെ അല്ലാഹു തആല ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത്. നിങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് വേണോ? സന്താനങ്ങളിൽ ബറക്കത്ത് വേണോ? വീടുകളിൽ ബറക്കത്ത് വേണോ? അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമു പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ അയക്കുക. അത് ബറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്. അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ. എന്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കൾ 9 ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത്. 3 ആൺകുട്ടികളും 6 പെൺമക്കളുമാണ് ഉപ്പക്ക് ഹയാത്തിലുണ്ടായത്. മരിച്ചുപോയവര് വേറെയുണ്ട്. ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ പണിക്ക് പോകുന്ന പണിയുണ്ട്. മോശപ്പെട്ട പണിയൊന്നുമല്ല, ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട്. കുടലൂർ ഭാഗത്തെ കട്ടിയില്ലേ, തേയില നുള്ളാൻ പോകും. അവർക്ക് പറ്റുന്നൊരു പണിയാണ്. ഉമ്മാനെ പാപ്പ അതിന് പോണ്ടാന്ന് പറഞ്ഞു, നീ അതിന് പോണ്ടാന്ന് പറഞ്ഞു. മക്കളെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് തരുന്നു. അങ്ങനെയാണ്. അത് എവിടുന്ന കിട്ടിയ? അത് പഴയ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ പാഠമാണ്. അവർക്ക് എവിടുന്ന കിട്ടിയത്? ഇൽമിന്റെ കേന്ദ്രമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അത് പറഞ്ഞത്. മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, നബിയെ, എൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട്, ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് ജോലിക്ക് പോകാമായിരുന്നു. തങ്ങളെന്താ കൊണ്ടുപോയിക്കൊള്ളില്ലോ? അല്ല, കൊണ്ടുപോകരുത്. ലഅല്ലക തുർസഖു ബിഹി. നിങ്ങളെ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കാരണം, ഹദീസും ആയത്തും തഫ്സീറും ഒക്കെ പഠിക്കുന്നത് കാരണം നിങ്ങൾക്കുള്ള റിസ്ക് അല്ലാഹു തരും. ലഅല്ലക തുർസഖു ബിഹി. ആ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കൊണ്ട്, ഇൽമു സ്വീകരിക്കുന്നത് കാരണം
നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെട്ടേക്കും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇൽമിന്റെ വഴിയിൽ മുതഅല്ലിമീങ്ങളെ നന്നായി പഠിക്കാൻ വിടുന്നത് കൊണ്ട് രക്ഷിതാക്കൾ ഭയക്കേണ്ടതില്ല. അത് ബറക്കത്തിനുള്ള വലിയ നിമിത്തമാണ്. സുബ്ഹാനല്ലാഹ്. വലിയ ബറക്കത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവർകൾ നേർക്കുനേരെ കണ്ടത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലേ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസല്ലേ. എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ്? വിവിധ വിഷയങ്ങൾ പറയാൻ. മദീന പള്ളിയിൽ ഒരു മഗ്രിബിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാര ശേഷം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 2 പേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ 4 പേരെ കൊണ്ടുപോകണം. 2 ആളെ ഭക്ഷണം 4 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ? അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി. അങ്ങനെയല്ലേ? കാഫി സലാസ കാഫിൽ അർബഅന്നില്ലേ? അതുകൊണ്ട് 2 ആളെ ഭക്ഷണം 4 ആൾക്ക് 3 ആൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. 3 ആളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം. 6 ആളെ കൊണ്ടുപോകണം. 4 ആളെ കൊണ്ടുപോകുന്നവർ 8 ആളെ കൊണ്ടുപോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുറഹ്മാനെ, എന്റെ പതിവ് അറിയാമല്ലോ. എനിക്കൊരു പതിവുണ്ട്. അത് ഇവിടെ നിന്നുള്ള പതിവല്ല, മക്കത്തു നിന്നുള്ള പതിവാണ്. അഥവാ മഹബത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയം പകൽ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് വരും. രാത്രിയാകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ്. മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഞാൻ ഇശാ നിസ്കരിച്ചാൽ നേരെ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകും. എന്നെ കാത്തിരിക്കരുത്. നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളാണിത്. ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് വിട്ടേക്കണം, നേരം വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി. ആ വന്ന മുതഅല്ലിമുകൾ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ, അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ അവര് ചോദിക്കുന്നു, ഐന സ്വാഹിബുദ്ദാർ, വീട്ടുകാരനെവിടെ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞേ വരൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്ന് പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അവര് പറഞ്ഞു, ഞങ്ങളൊരാഗ്രഹം, ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ, പുതുതായി മദീനയിൽ എത്തിയവരല്ലേ. ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കും, നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകുക, ഞാനത് കേൾക്കേണ്ടി വരും, നിങ്ങൾ കഴിക്കും, ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം. പിന്നെ അവർ പറഞ്ഞു. ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക്. പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോൾ ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറിയതാണ്. മറ്റൊരു ഭാഗത്തേക്ക് മാറി. നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും ആ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവര് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട എന്നാണ് അവര്. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത്. അപ്പ വിളിച്ചു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, അബ്ദുറഹ്മാനെ, നല്ല ഒരു ചൂടൻ പേര് കൊണ്ടൊക്കെ വിളിച്ചു, യാ ഉംദറു, പേര് വിളിച്ചു, നല്ല ദേഷ്യത്തോടെ വിളിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വാ, ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം. ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നത് തൻ്റെതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കിൽ
ക്ഷമിക്കുന്നത് വരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ കുറ്റക്കാരനല്ലല്ലോ. ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാനവറുകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ, അതെല്ലാം ഒഴിവാക്കൂ, നിങ്ങൾ ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ അതിഥികളോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തിനും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ മാ അഖദ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഒരൊറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു. ഒരു പിടി എടുത്താൽ അവിടെ 2 പിടി അധികം വരുന്നു. 2 പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ 3 പിടി ഭക്ഷണം വരുന്നു. വർധനവ് ഇങ്ങനെ നേർക്ക് നേരെ കാണുകയാണ്. എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാത്രത്തിലേക്ക് നോക്കി. കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ. ഉടനെ വിളിച്ചു തന്റെ ഭാര്യയെ, യാ ഉഖ്ത ബനി ഫിറാസ്, പെണ്ണെ ഒന്ന് വന്നു നോക്ക്, ഭക്ഷണം ഇതാ അധികരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ഭക്ഷണം ഞാൻ കൊണ്ടുവച്ചിട്ടില്ലല്ലോ, ഭക്ഷണം കുമിഞ്ഞുകൂടിയിട്ടുണ്ടല്ലോ, അധികരിച്ചിട്ടുണ്ടല്ലോ. നേർക്ക് നേരെ അവർ കാണുകയാണ്. സഹോദരങ്ങളെ, ഇൽമിനെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം, റിസ്ഖിന്റെ വർധനവ് നേർക്ക് നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എന്റെ വീട്ടിലുണ്ടായി. എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞയച്ച അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു. അവര് ഇവിടെയുണ്ട്, അവരും നോക്കിക്കണ്ടു. എന്റെ പത്നിയും അത് കണ്ടു. നല്ല ബറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബറക്കത്താണ്, നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ? ബറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്ന് വെച്ചാലും പിറ്റേന്ന് കഴിക്കാൻ മനസ്സിലായില്ലേ? അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പഴഞ്ചോറ് വെക്കല് അല്ലേ? അപ്പൊ പഴഞ്ചോറ് വെക്കുവോ? തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് കഴിക്കാമെന്നതിന് ഹദീസിന്റെ തെളിവ് അതാ. നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പഴഞ്ചോറ് വെക്കാൻ തെളിവ് എന്ന് പറയല്. അതിന് ഇതന്നെ തെളിവാക്കിയത് ഹദീസ്. ഒരു വിഷയത്തിനൊന്നല്ല, 10-25 വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് മാത്രമല്ല സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട്. അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കഴിക്കണം, തള്ളരുത്, ഒഴിവാക്കിയേക്കരുത്. ഇത് കഴിക്കാനുള്ളതാണ്. ഇതിനാണ് ഒഴിവാക്കണം. പഴയ കാലത്ത് വല്ലിപ്പാർക്കും ബാപ്പാർക്കും ഒക്കെ ഉള്ള ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം കൂടി എന്നത് പഴഞ്ചോറ് കഴിക്കാന്നുള്ളത്. പഴഞ്ചോറ് അത് വേസ്റ്റ് കൊട്ടയിലേക്കുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. അതിലൊരു കേടുമില്ല. ബറക്കത്തിന്റെ ഭക്ഷണം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രിയുള്ളത് പിറ്റേന്നും കഴിക്കാന്ന് മനസ്സിലായി. ഇത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേർക്ക് നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായ അനുഭവമാണ്. ചെറുതല്ല, വലിയൊരു അനുഭവമല്ലേ? നിങ്ങൾ നോക്ക്, റിസ്ഖിൽ അല്ലാഹു തആല നൽകുന്ന ഒരു വിശാലതയാണ്. മുതഅല്ലിമീങ്ങളെ വളർത്തണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന് വലിയ കാവലാണ്, നമ്മുടെ നാടിന് വലിയ കാവലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്നാല് എവിടെയാണ് ഇവരൊക്കെ ജോലിയെടുക്കുക? ഇഷ്ടം പോലെ ജോലിക്കാർ ഇനിയും ആവശ്യമുണ്ട്. ഖിദ്മത്തിന് എത്രയോ ആളുകൾ ആവശ്യമുണ്ട്. നല്ല പഠനവും നല്ല വിദ്യയുമുള്ള ആളുകളെ
ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ഇപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഷാ നൈപുണ്യം ചെറിയൊരു നിലക്ക് നേടിയാൽ മതി. അത് വലിയൊരു കഠിനാധ്വാനമുള്ള പണിയല്ല. ഭാഷാ പഠനം നടത്തേണ്ടതുണ്ടല്ലോ. ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടില്ലേ പേർഷ്യൻ ഭാഷ? ആരാണ് ആ ഭാഷ പഠിക്കാൻ പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു? കാത്തിബുൽ വഹ്യാണ്, വഹി എഴുതുന്ന മഹാനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ച മഹാനാണ്. സ്വഹാബിമാർക്കിടയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പ്രത്യേകതയുണ്ട്. എന്തേന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് ആരെയാണ്? നിങ്ങളെയല്ലേ സെയ്ദേ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ കാത്തിബുൽ വഹയാണ്. നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുന്നത് എഴുതിക്കൊണ്ട് തങ്ങളെ മുന്നിൽ രേഖപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ചെറിയ മഹത്വമുള്ള ആളല്ല. ആ മഹാനുഭാവനെ പേർഷ്യൻ ഭാഷ പഠിക്കാൻ, ഫാരിസി പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. ഇൽമു പഠിക്കുന്നതിൽ, മുതഅല്ലിമീങ്ങളെ വളർത്തുന്നതിൽ, ആലിമീങ്ങളെ വളർത്തുന്നതിൽ എപ്പോഴും ഉത്സാഹം കാണിക്കുകയും അത് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ അവസാനം വരെ ഇൽമിന് ഖിദ്മത്തെടുത്തുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് കഴിയണം. മരിക്കാൻ നേരത്തും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ കൂട്ടത്തിൽ മരണം ആസന്നമായവരോട് അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും അവസാനം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതും ഇൽമു പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ. തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന സ്വഹാബി കുറച്ചു നേരം കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹ്യ് കൊടുക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു. നിങ്ങളിതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സ്വഹാബിമാര് ഇൽമു പഠിക്കുന്ന സംഘം കണ്ടില്ലേ, അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ. ജീവിതത്തിന്റെ അവസാനം ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന സമയം വിളിച്ചു വരുത്താൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരുപാട് വസിയ്യത്തുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇൽമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമറേ, ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. ഫർള് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്തുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൂടാ. കാരണം ഫർളുകൾ പരിഗണിക്കാതെ സുന്നത്തുകൾ സ്വീകരിക്കപ്പെടൂല. ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. എന്തെല്ലാം ഫർളായ കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അതിനല്ലേ മുഖ്യമായും പരിഗണന കൊടുക്കേണ്ടത്. നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ വരെ ഫർളായ വിഷയങ്ങളല്ലേ മുൻഗണന കൊടുത്തു മുന്തിക്കേണ്ടത്. അതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ ഇപ്പുറത്തൊരുപാട് സുന്നത്തുകൾ നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഇങ്ങനെ നിറവേറ്റുന്നതിന് കാര്യമാത്ര പ്രസക്തമായ പരിഗണന കിട്ടുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായ വിഹിതം ഒരാളെ പെരടിയിൽ 10,000 15,000 ഉണ്ട്. റിലീഫായിട്ട് അയാൾ 100, 150, 200 ധാരാളം കൊടുക്കുന്നുണ്ട്. തങ്ങി നിൽക്കുന്നൊരു ഫർള് അപ്പുറത്തില്ലേ, സമയമായൊരു ഫർളുണ്ട്. അതിനെയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. അതാണ് ഏറ്റവും ആദ്യമായി കൊടുത്തു വീട്ടേണ്ടത്. പിന്നെയല്ലേ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വസിയ്യത്ത് നൽകുമ്പോ ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന വസിയ്യത്താണ് ഫർളിനെ വല്ലാതെ പരിഗണിക്കണം, ഫർളിനെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചിട്ട് സുന്നത്തിന് കാര്യമായി പരിഗണന നൽകിക്കൂടാ. അപ്പോഴും ഇൽമുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അവസാന സമയത്തും ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനല്ലേ മഹാന്മാരൊക്കെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തിന്റെ നേരത്ത് മക്കള് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ആ മക്കൾക്കൊക്കെ വസിയത്ത് നൽകുകയാണ്. ഓരോ കുട്ടികളും എഴുതിയെടുക്കുകയാണ്. അബ്ദുൽ വഹാബുൽ ജീലാനി, അബ്ദുർ റസാഖുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കം അവിടുത്തെ മക്കൾ 13 മക്കള്. ആ മക്കളല്ലേ ലാസ്റ്റ് ശേഷിക്കുന്നുള്ളൂ. 49 മക്കളുണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക്. പക്ഷെ വഫാത്തിന്റെ നേരത്തെ അത്രേ ബാക്കിയുള്ളൂ. കുറേ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. 10-13 മക്കള്. ആ മക്കള് ചുറ്റുഭാഗത്തുനിന്ന് വസിയത്ത് സ്വീകരിക്കുകയാണ്. കലിമ ചൊല്ലുന്ന ടൈം എത്തുന്നതിന്റെ മുമ്പ് വരെ ഇൽമു പറഞ്ഞു കൊടുക്കുക. അപ്പൊ ജീവിതത്തിന്റെ അവസാനം വരെ ബന്ധപ്പെട്ട് കഴിയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തഅല്ലുമുൽ ഇൽമാണ്. എല്ലാവരും അങ്ങനെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല ഇശാഇന്റെ ശേഷമല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇശാ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കിപ്പോ ജമാഅത്തിന് വരാൻ കഴിയില്ല, നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ച് വന്നോളൂ, എന്നിട്ടൊക്കെ ഞാൻ മരിക്കുള്ളൂ. അതിന് മുമ്പ് ഞാൻ മരിക്കുന്നു, നിങ്ങൾ ബേജാറാകണ്ട, ഇശാ നിസ്കരിച്ച് വന്നോളൂ. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് അവർ വന്നു. ശിഷ്യന്മാർ ചുറ്റും കൂടി ഉസ്താദിനോട് വസിയത്ത് ചോദിക്കുന്നു, വസിയത്ത് നൽകുന്നു. ആ വസിയത്തൊക്കെ നൽകിയ ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മൗനത്തിലേക്ക് അങ്ങ് നീങ്ങുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ശിഷ്യന്മാർ യാസീനോത്ത് തുടങ്ങിക്കഴിഞ്ഞു. യാസീനോത്തിന്റെ ഇടയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിടവാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമുള്ള സന്ദർഭമാണ്. ഇൽമുമായി ജീവിതത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കണം, നല്ലോണം അറിവ് പഠിക്കണം, അറിവിനെ സഹായിക്കണം, അറിവുള്ളവരെ ബഹുമാനിക്കണം, അറിവിനെ സ്നേഹിക്കണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം. അത് ദീനിന്റെ വലിയൊരു ഖിദ്മത്താണ്. നിങ്ങൾ നോക്ക്, മദീനക്കാരിയായ ഒരു ഉമ്മ, ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും സ്വഹാബത്ത് പറയാറില്ലേ, മദീനയിലുള്ളൊരു വല്യമ്മയുടെ കഥ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വെള്ളിയാഴ്ച വരുന്നത്. വെള്ളിയാഴ്ചയായാൽ രാവിലെ തന്നെ പള്ളിയിൽ എത്തിച്ചേരും. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടിച്ചെല്ലുന്നൊരു വല്യമ്മയുണ്ട്. ആ വല്യമ്മ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ടില്ലേ സഹോദരങ്ങളെ, ആ ബീട്രൂട്ടിന്റെ വേരെടുത്ത് മറ്റു ചില പച്ചക്കറികളും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല ഒരു കൂട്ടാനുണ്ടാക്കും. ആ കൂട്ടാൻ സ്വഹാബിമാരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നത് ഭക്ഷിക്കും. വെള്ളിയാഴ്ച അവർക്കൊരു കൂട്ടാനൊരുക്കുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് എത്ര വലിയ സന്തോഷമാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോ ഇൽമിന്റെ വാഹകരായ ഈ സ്വഹാബിമാര്, ലോകത്ത് മുഴുവനും ഇൽമി വിതരണം ചെയ്ത ഈ സ്വഹാബിമാര്, അവർക്ക് സുബ്ഹാനല്ലാഹ് നല്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളിയാഴ്ച വരുമ്പോ ഒരുങ്ങുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് ആഖിറത്തിൽ കിട്ടുന്ന സന്തോഷം ചെറുതല്ല, വലിയ സന്തോഷമാണ്. ഇൽമിനെ സഹായിക്കണം, ഇൽമിന്റെ വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുതഅല്ലിമിനെ സഹായിക്കുന്ന ആളുകൾക്ക്, മുതഅല്ലിമിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെറിയ ബഹുമാനമല്ല, ആ മുതഅല്ലിമ് വളരുന്നതിന് കാരണമായി പ്രവർത്തിച്ച്, കാരണമായി ജീവിച്ച് വർത്തിച്ച ആരെല്ലാം ഉണ്ടോ അവർക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം ലഭിക്കാനുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഖ്റവിയായ ഉലമാഇന്
ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾക്ക് അവർ ആഖിറത്തിൽ ശഫാഅത്തിന് അധികാരമുള്ളവരാണ്. അവർ മുന്നോട്ട് വരുമ്പോ സിറാത്തിന്റെ അടുത്തെത്തുമ്പോ നിങ്ങൾ പോകാറായിട്ടില്ല, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് മലക്കുകൾ അവരോട് പറയും. എന്തിനാണ് അവരെ നിർത്തുന്നത്? അവർക്ക് പരിചയമുള്ള, അവരെ സ്നേഹിച്ച, അവരെ സഹായിച്ച, അവർക്ക് ഒത്താശ ചെയ്ത ധാരാളം പരിചയക്കാരുണ്ട്. ഇൽമു പഠിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൂടെ കൊണ്ടുപോകാനാണ്. സുബ്ഹാനല്ലാഹ്, ഇൽമിന്റെ മേഖലയിൽ അങ്ങനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. അതിനേറ്റവും മുഖ്യമായി ഉണ്ടാകേണ്ടത് ഇൽമിനെ സഹായിക്കുക എന്ന വിഷയമാണ്, മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്ന വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വങ്ങളിൽ വലിയൊരു മഹത്വമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടുത്തെ ഇൽമാണ്. അത് വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ആ ഇൽമിന്റെ വിഷയം കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനി രംഗത്ത് എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ ദീന് സ്വീകരിക്കുകയും ചെയ്തത്. മദീനയിൽ വന്നപ്പോഴും മക്കയിൽ ഉണ്ടാകുമ്പോഴും അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വരുന്ന അപരിചിതരായ ആളുകൾ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രവിക്കുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഓരോന്നും അവർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി തന്നെയാണ്. കാരണമെന്തേ? ഇതുവരെ മറ്റാരും പറഞ്ഞു തരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന വിഷയങ്ങൾ ഈ രൂപത്തിൽ പ്രവചിക്കാനും പറയാനും കഴിയുന്നത് ഒരു നബിക്ക് മാത്രമാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ആഖിറുസ്സമാനിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒന്നും രണ്ടും അല്ല, എത്രയാ നോക്ക് നിങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച് നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഏകദേശം ഒക്കെ മുന്നോട്ട് ഇങ്ങനെ അതാ ഓരോന്ന് എണ്ണുന്ന രൂപത്തിൽ വരികയാണ്. ഇപ്പൊ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും. ആ കൂട്ടത്തിൽ ഇതുവരെ രംഗത്ത് വരാതിരുന്ന പലതും ഉണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്ട് കൂട്ടത്തിൽ പുരുഷന്മാരെ പോലെ സഹോദരിമാര് എല്ലാ രംഗങ്ങളിലും പ്രധാനമായും ആവശ്യമുണ്ടായിട്ടാണെന്ന് പറയരുത്, ആവശ്യമില്ലാതെയുണ്ട്. കച്ചവട രംഗങ്ങളിൽ ഏറ്റവും അധികരിച്ചു. നോക്ക് നിങ്ങൾ, ഒരു ടെക്സ്റ്റൈൽസിന്റെ, ഒരു ജ്വല്ലറിന്റെ, ഒരു കടന്റെ ഒക്കെ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ ഒരാണിനെ നിർത്തിയാലും വാതിൽ മുന്നോട്ട് തുറക്കാൻ കഴിയും, ആഫിയത്തും ഉണ്ടാവും, വരുന്ന ആൾക്കാർ സ്വീകരിക്കാനും കഴിയും. പക്ഷെ എന്നിട്ട് നിർത്തുന്ന ആരെവിടെ? വരുന്ന ആളുകളെ സ്വീകരിച്ച് ചായ കൊടുക്കാനും സൽക്കരിക്കാനും നിർത്തുന്ന ആരെയാണ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഒന്ന് രണ്ടും മാത്രമൊന്നല്ല, അങ്ങനെ ഒരു നിരവധി ഉണ്ട്. എല്ലാം നന്ദി നോക്ക് നിങ്ങൾ. അതും ഹദീസിൽ വന്ന ഒരു അടയാളമാണ് എല്ലാ രംഗങ്ങളിലും. അതിന് കാരണക്കാരനായി മാറുന്നതും ആരെന്നെ? നമ്മൾ തന്നെയാണ്, പുറത്തുള്ളവരൊന്നുമല്ല. നമ്മളതിന്റെ ആവശ്യക്കാരും അപേക്ഷകരും അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഇല്ലാതെ പറ്റൂല, അങ്ങനെ പറ്റൂല എന്നാണ് വരില്ലേ? ഓരോന്നും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അത് എതിർക്കണമെങ്കിൽ അതിന് അനിവാര്യമായ ഒരു വിഷയം ഇൽമാണ്. ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ളവരാണ്. വിട പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് വകുപ്പായിട്ട് മാറുന്നതും അവരവൻ പഠിച്ച് വിതരണം ചെയ്ത് പഠിപ്പിച്ച ഇൽമല്ലേ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കാനുണ്ട്.
അതിൽ മഹാന്മാർ ഒന്നാമതായി എണ്ണിപ്പറഞ്ഞതാണ് ഇൽമ്. ഇദാ മാതബ്നു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസ്വാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല സഹായങ്ങളും സഹകരണങ്ങളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റക്കുള്ള ജീവിതത്തിൽ 10 കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ നിലച്ചു പോകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ വിവിധ ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു. ഉലൂമുൻ ബസ്സഹാ വദുആഉ നജ്ലി വഗർസുൻ നഖ്ലി വസ്സദഖാതു തജ്രി. ഒന്നാമതായി പറയുന്നത് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ. അത് വലിയ ഉപകാരം ചെയ്യുന്നതാണ്. അത്ര ഉപകാരമുള്ളതല്ലാത്തായ എണ്ണിപ്പറയുന്ന 9 എണ്ണവും ചിലതൊക്കെ നിന്നു പോകുന്നുണ്ട്. പക്ഷേ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ നിലച്ചു പോകില്ല. എത്ര കാലം മുമ്പ് സ്വഹാബിമാര് വിതരണം ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നെടുത്ത ഇൽമ്, അവരിൽ നിന്ന് താബിയുകൾ, തബഉ താബിയുകൾ, നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന് മരണപ്പെട്ടു പോയ ഉലമാ, അവര് രചിച്ച കിതാബുകളടക്കം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകളായില്ലേ ദർസ് നടത്തപ്പെടുന്നത്. ഇപ്പോഴും ദർസ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാണാതെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനല്ലേ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു. അവരെ കിതാബ് എല്ലാ ദിവസവും ദർസുകളിൽ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ. എത്രയാണ് അവര് വിതരണം ചെയ്ത വിജ്ഞാനങ്ങളുടെ സവാബ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യും കണക്കുമുണ്ടോ? ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ, പഠിച്ചെടുക്കുന്ന വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. അതെ, അത് ആഖിറത്തിലേക്ക്, ഒറ്റക്ക് കഴിയുന്ന ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ്. അത്ര ഉപകരിക്കുന്നതല്ല താഴെ പറയുന്നത്. രണ്ടാമത്തത് നോക്ക് നിങ്ങൾ, ദുആഉ നജ്ലി, സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ്. അതവരുള്ള കാലത്തെ ഉണ്ടാകൂ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മക്കൾ ഉണ്ടാകുന്ന കാലത്തല്ലേ ദുആ ഉണ്ടാകൂ. അവര് മരണപ്പെട്ടാലോ ദുആ നിലച്ചില്ലേ. പക്ഷേ ഇൽമ അങ്ങനെയല്ല. അതങ്ങനെ അതാ താവടിയായി താവടിയായി ഓരോ കണ്ണിയായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവസാനത്തെ മുഅ്മിൻ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്ന കാലം വരെ നിലനിൽക്കുന്ന വിഷയമാണ് ഇൽമ്. അതേ, അത്രയും കാലത്തോളമുള്ള ജീവിതത്തിലേക്ക് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്വമാണത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഖർസുൻ നഖ്ല്, മൂന്നാമത്തത് ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷം പോയാൽ അത് കഴിഞ്ഞില്ലേ. ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്, ഒരാളതാ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അത് തെങ്ങാകാം, അതേ രൂപത്തിലുള്ള മറ്റു മരങ്ങളാകാം ഫലങ്ങൾ നൽകുന്നത്. എത്ര ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരും അല്ലാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണോ നട്ടുപിടിപ്പിച്ചത് അയാൾക്കതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് കാലഗതിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് തീർന്നു. വസ്സദഖാതു തജ്രി, നാലാമത്തത് ജാരിയായ സ്വതഖയാണ്. അതിനാണ് വഖഫ് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് മൂല്യം. വഖഫ് ചെയ്തിരിക്കുന്നു ഒരു സ്ഥലം, ആ സ്ഥലത്ത് ചില ഉപകാരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അത് കേസിലും കുലുമാലും പെട്ടാലോ അതങ്ങനെ കിട്ടും, അതങ്ങനെ നിൽക്കും. ഒരു ഭാഗത്തേക്കും ഉപകാരം നിലക്കാത്ത രൂപത്തിലേക്ക് അങ്ങനെയും പോകും. സുബ്ഹാനല്ലാഹ്, ജാരിയായ സ്വതഖ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വഖഫാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം പറഞ്ഞിട്ട് അവര് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ആഖിറത്തിലേക്ക്, ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കാനുള്ളതാണ്. വിറാസത്തു മുസ്ഹഫിൻ വരിബാതു സഗ്രി വഹഫറുൽ ബിഇരി ഔ ഇജ്റാഉ നഹരി. ഒരു മുസ്ഹഫ് സ്വന്തമായി അനന്തരമാക്കി വെക്കാൻ. മുസ്ഹഫുണ്ടോ? സ്വന്തം മുസ്ഹഫുള്ളതൊന്ന് കൈയൊന്നിച്ചാണ്. പള്ളിയിലുള്ളതല്ല ചോദിച്ചത്, പുരയിലുള്ളതല്ല ചോദിച്ചത്. സ്വന്തം
അടാ കൈ കുറേ എണ്ണം താന്നു. മൊബൈലിൽ 3 കൈ വെച്ചാണ്. അല്ല അത് ചിലപ്പോൾ കയ്യല്ല അത് പൊന്ത. മുസാഫ് സ്വന്തം ഒന്ന് വാങ്ങിക്കൂടെ? ഓരോരുത്തരുടെ കയ്യിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 സെന്റ് 3 സെന്റ് വാങ്ങാൻ പറ്റിയ മൊബൈലേക്കാണ് ഉണ്ടാകുക. എത്ര സെന്റ് വാങ്ങാൻ പറ്റിയ കൈകളുണ്ട്? 5. ഞമ്മളതിന് 1/2 സെന്റ് പോലും കിട്ടൂല, കാശിന് കിട്ടും. ഇതിവിടെ ബാക്കിലേ 4 വട്ടം 5 വട്ടമൊക്കെ ഉള്ളതുണ്ടാവും മുകളിൽ. അങ്ങനെയാണ് പകർത്തിയിട്ടുണ്ടെങ്കിൽ ഭൂഗോളം മൊത്തം ഏഴാനാകാശം വരെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, ഒരു മുസാഫ് സ്വന്തമായിട്ട് നമ്മളൊക്കെ വാങ്ങണം, ഓരോരുത്തരും. മുസാഫ് എന്ന് പറഞ്ഞാൽ ഇതല്ല. മുസാഫ് ഉള്ള സ്ഥലത്ത് പള്ളിയിൽ കയറിയാലും നമ്മൾ ആൾക്കാർ അശ്രദ്ധ കണ്ടില്ലേ നിങ്ങൾ? പള്ളിയിലൊക്കെ 100 കണക്കിന് 200 കണക്കിന് മുസാഫ് ഉണ്ടാകും. അപ്പോഴും കാണാം കുറെ എണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി. ഒരു മര്യാദക്കേടല്ലേ ആ കാണുന്ന മുസാഫിനോട് നമ്മൾ ചെയ്യുന്നൊരു സൂഉല്ലദബല്ലേ. ഇതെടുത്ത് കയ്യിൽ പിടിച്ച് ഓതിയാലും മുസാഫ് എടുത്ത് ഓതിയ കൂലിട്ടോ, ഓതിയ കൂലിട്ടും മുസാഫ് എടുത്ത് ഓതിയ കൂലിട്ടോ. അതാരും ഉണ്ടല്ലോ, എല്ലാവരും ആ വിഷയത്തിനോട് അത്ര വിയോജിപ്പാണ്. അതുകൊണ്ട് ആരും ഉണ്ടാത്തത്. ഇത് പറ്റും. ഒരു മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ, യാത്രയിലൊക്കെ വാഹനങ്ങളിലൊക്കെ ഓതാൻ, അതൊക്കെ ഒരു ഉപകാരമാണ്. എപ്പോഴും ഇപ്പോൾ ഉളൂ ഇങ്ങനെ ചിലപ്പം കൊണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചു. അങ്ങനെ ആകുമ്പോൾ ഒരു സഹായമാണ് യാത്രക്കാരന് അൽക്കഫ് ഓതാൻ, ഒരു യാസീൻ ഓതാൻ, തെറ്റില്ലാതെ അതൊക്കെ ഉപകാരമാണ്. തെറ്റൊന്നും. പക്ഷെ പള്ളിന്റെ ഉള്ളിൽ അങ്ങനെ 8 കണക്കിന് മുസാഫ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴും കാണാം ഒന്നാമത്തെ സൊഫീൽ നിന്നിട്ട് അങ്ങോട്ടൊന്ന് വലിച്ച് ഇങ്ങോട്ടൊന്ന് നീക്കി. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർക്ക് എന്താ അത് കാട്ടേണ്ടതെന്ന് അറിയില്ല. അവർക്ക് അപ്പം കിട്ടിയതായിരിക്കും. കഴിഞ്ഞ ആഴ്ച മോമ ഒന്ന് കൊടുത്തേക്കാരോ. എന്നിട്ട് അയിമൽ അങ്ങോട്ട് കറങ്ങിയിട്ട് കാണാം വെള്ളിയാഴ്ച 1/2 മണിക്കൂർ അയിമണ് പോകും. അൽക്കഫ് തരികയാണത്. ആദ്യം നോക്കിയപ്പോൾ സിറാജ വന്നത് ഒരു വര വരച്ചു നോക്കുമ്പോൾ, പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരച്ചു നോക്കുമ്പോൾ ബാത്റൂമിൽ വരുന്നു. കാരണം ഇത് മജ്മുഅത്ത് കുത്തുബ ഇതിലെല്ലാം ഉണ്ട്. ഒരു വരല് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു പോയിട്ട് ചിലപ്പോൾ വേറെ ഒരു സ്കൂളിലെ പാഠപുസ്തകം വരും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാഴ്ചപ്പാട് വരും. നേരത്തെ ഉസ്താദവർകൾ പറഞ്ഞു, ബാക്കി ഉസ്താദർക്ക് പറഞ്ഞില്ലേ, വളരെ യാഥാർത്ഥ്യമായ വർത്തമാനം ഉസ്താദ് പറഞ്ഞില്ലേ നേരത്തെ. ഇതിലൊരുപാട് സംഗതികളുണ്ട്. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാൻ കുറച്ചൊരു ഭാഗമുണ്ട്. ആവശ്യമില്ലാത്തതാണെങ്കിലോ ധാരാളം ഉണ്ട്. അതിലേക്കൊന്നും പോകാതെ ആവശ്യത്തിന്റെ ഭാഗം മാത്രം എടുത്ത് മുന്നോട്ട് നീങ്ങാതെ ഉസ്താദ് പറഞ്ഞില്ലേ. ആ ഹ്രസ്വമായ ഭാഷണത്തിലൂടെ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു. അള്ളാഹു അടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുഴുവൻ നമ്മുടെ ഉലമാ സാദാത്തുക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, പള്ളിന്റെ ഉള്ളിലെത്തിയിട്ട് ഒരു മുസാഫ് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചു ഓതിയൊന്നും ഇല്ലാന്ന് കുട്ടികൾ, അതിനെന്നെ കൂലല്ലേ? അതിപ്പോ എടുത്ത് പിടിച്ചിട്ട് കിട്ടോ കേട്ടോ? ഇല്ലല്ല. മുസാഫ് എടുത്ത് ഇങ്ങനെ ഒരാൾ കയ്യിൽ വെച്ചു. മുസാഫ് ഇങ്ങനെ തുറന്നിട്ടൊരു അൽക്കഫ് നോക്കി ഓതി, ഒരു യാസീന് നോക്കി ഓതി. ഇതൊക്കെ എന്തൊരു ബഹുമാനമുള്ളതാണ്. സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. വീടുകളിൽ നിന്ന് മുസാഫ് കുറവാണ്. മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പള്ളിയിലേക്ക് പിന്നെ ഫോൺ വരികയാണ്, അനൗൺസ്മെന്റ്, ഒരു 10-25 മുസാഫ് കൊടുത്തേക്ക്. അപ്പോ അവിടെ എത്തിയിട്ട് 2 മുസാഫ് ആക്കട്ടെ. മുസാഫ് ഇപ്പൊ വരും പള്ളിയിൽ നിന്ന്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഷെൽഫിലൊക്കെ മൊബൈൽ ഉണ്ടാവുകയാണെങ്കിൽ തരാം. ഓരോരുത്തർക്ക് 3 എണ്ണം വീതമുണ്ട്. മുസാഫിന്റെ വീടുകളിൽ സുരക്ഷിതമായിട്ട് വെക്കണം. ഉള്ള മുസാഫ് നല്ല ചട്ട വെച്ച് സൂക്ഷിക്കണം. മുസാഫ് ഒരിക്കലും സഹോദരന്മാരെ നിന്ദിക്കുന്ന രൂപത്തില് ആക്രിക്കടയിൽ കൊണ്ടുപോകുന്ന ചാക്കിൽ ഒരിക്കലും ഉണ്ടാകരുത്. കാഫിറായി ചത്തുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മളെ ഏർപ്പാടിൽ ഉണ്ടാകരുത് അങ്ങനെ. ഇപ്പൊ അടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിച്ചു, ആക്രിക്കടക്കാരനായ ഒരു ഹൈന്ദവ സഹോദരൻ. അറബി എഴുത്ത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥം തോന്നുന്നുണ്ട്, എനിക്ക് തൊടാൻ പേടിയായിട്ട് ഒരു ചാക്കിൽ അങ്ങനെ 5 എണ്ണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഓടിപ്പോയി നോക്കുന്ന സമയത്ത് മുസ്ഹഫാണ്. അലിഫ്ലാമീന്റെ മുമ്പുള്ള ഫാത്തിഹ പോലും അതിൽ നിന്നൊരു പേജ് പോലും പോയിട്ടില്ല. പിന്നെന്താ ഉള്ളത്? പഴക്കം കുറച്ചുണ്ട്. അതിന് ആ മുസ്ഹഫിനെക്കാളും പഴക്കല്ലേ ഈ നിൽക്കുന്ന ആൾക്ക്? ഒരു ചട്ട വെച്ച് ഭദ്രമാക്കിയിട്ട് ഓതുന്നില്ലെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കി വെച്ചൂടെ?
ഒരു ബഹുമാനം നൽകേണ്ടതിന് നിന്ദിക്കരുത്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ നിന്ദിക്കരുത്. പഴയതൊക്കെ കൊണ്ടുപോയിട്ട് ആരും കാണാതെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്ന അങ്ങനെയുണ്ട് ചില ഏമാമാര്. എന്നാ അത് ചട്ട വെച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ചട്ട പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഇത്ര ആനത്തലോളം പൈസ ഒന്നുമില്ല. നല്ല ആ പണി അറിയുന്ന മുത്താലിമ്യങ്ങൾ ഉണ്ടാകും പെയിന്റിങ് അറിയണേ. അവർക്കൊരു പെയിന്റിങ്ങിന് 100 റുപ്യ വെച്ചാൽ കൊടുത്തേക്ക് അവർ ശരിയാക്കി തരും. നല്ല ചട്ട വെച്ച് ഉഷാറാക്കി തരും. അതിനിത്ര വലിയ തോന പണി നോക്കുക. പഴയ കാലത്ത് ഉസ്താദുമാർക്ക് കിതാബിന് ഇന്നൊരു ഹിദ്മയാണത്. നല്ല ചട്ട വാങ്ങിയിട്ട് അതുപോലെ തന്നെ പശയൊക്കെ വാങ്ങിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേജുകളൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് തുന്നി ഭദ്രമാക്കിയിട്ട് ഒരു ചട്ട വെച്ച് ഒട്ടിച്ച് നല്ല ഉഷാറിലാക്കും. കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും കേടില്ലാത്ത രൂപത്തിൽ. വൃത്തിയാക്കി സൂക്ഷിക്കണം. പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തുന്നം പാറിപ്പോകുന്ന രീതിയിലാകരുത് വീട്ടിലെ മുസാഫുകൾ. അത് ഗൾഫിൽ നിന്ന് ഉംറക്കും മറ്റൊക്കെ പുതിയ മുസാഫുകൾ കുറെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ പഴയതൊക്കെ മൂലക്കിടുക, ആ സ്വഭാവം പറ്റൂല. ഒട്ടിക്കേണ്ടത് ഒട്ടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി കൊണ്ടു നടക്കണം. കയ്യിലുള്ള രേഖകളൊക്കെ ഒരു വെള്ളം പോലും നനയാത്ത രൂപത്തിൽ ലാമിനേഷൻ ചെയ്തിട്ടില്ലേ അല്ലേ? കാർഡുകൾ എത്ര ഉണ്ട്? 2, 3, 4. ഒന്ന് ആധാർ, ഒന്ന് അതിന്റെ അപ്പുറത്തുള്ള പാൻ കാർഡ്, ഒന്ന് മറ്റേ കാർഡ് ഒക്കെ ഭദ്രമാക്കിയിട്ടില്ലേ? ഇനി ഊക്കൻ മഴ പെയ്താലും കേടരില്ല. ഈ മുസാഫ് ഭദ്രമായി സൂക്ഷിച്ചതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ആ മുസാഫ് അനന്തരമാക്കി വെക്കുന്നത് ആഖിറത്തിലേക്ക് ഖബറിലേക്കുള്ള ഒരു അമലാണ്. വിറാസത്തു മുസാഫ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഹഫറുൽ ബിഇരി, കിണർ കുഴിക്കുന്നത്. സാധുക്കൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ഉപകരിക്കുന്ന, ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒന്നാണ്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉമ്മ പെട്ടെന്നല്ലേ മരണപ്പെട്ടു പോയത്. എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി പോയി നബിയെ. ഞാൻ ഉമ്മാന്റെ ഹദറത്തിൽ ഉണ്ടായിരുന്നില്ല, പുറത്തുപോയ സമയത്താണ്. സംസാരിക്കാൻ ഉമ്മാന്റെ ഹദറത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുമായിരുന്നു. ഞാൻ ഉമ്മാന്റെ പേരിൽ സ്വതക്ക നൽകട്ടെയോ, ഉമ്മാക്ക് ഫലിക്കുമോ, ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഉപകരിക്കും. എന്താ നബിയെ ഞാൻ ചെയ്യാ നല്ല സ്വതക്ക? തങ്ങൾ പറഞ്ഞു, അൽമാഉ, വെള്ളമാണ്. ഒരു കിണർ കുഴിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേരിൽ ഒരു കിണറങ്ങ് കുഴിച്ചു നൽകി. കിണർ കുഴിച്ചു നൽകുന്നത്, സാധുക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി നൽകുന്നത്, അത് ആഖിറത്തിലേക്ക് ഒറ്റക്ക് കിടക്കുന്ന ജീവിതത്തിലേക്ക് വലിയ ഉപകാരമാണ്. ഔ ഇജ്റാഉ നഹ്രി, അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഒരു വെള്ളത്തിന്റെ ചാല് പോകാൻ, ഒരു പൈപ്പ് പോകാൻ നല്ല സ്ഥലം ഒരുക്കി കൊടുക്കുന്നത്, വിട്ടുകൊടുക്കുന്നത്, അതൊക്കെ ഉപകാരമാണ്. വലിയ ഉപകാരമാണ്. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ പറഞ്ഞാൽ, നമ്മളെ പറമ്പിലൂടെ ഒരു വെള്ളപ്പൈപ്പ് ഇങ്ങനെ ഇതിലൂടെ പോകാൻ പറ്റൂല. അപ്പൊ വെള്ളപ്പൈപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. 8 മാസം തർക്കം തീരുന്നില്ല. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ ഒരുപോലെ ദ്വാരക്കുന്നു, പഠിച്ചോനെ വെള്ളം ജനങ്ങൾക്ക് കിട്ടാതാകുന്നതിന് ഇയാളാണ് തടസ്സെങ്കിൽ ഇയാളെ പരിക്കൊന്നും ഏൽപ്പിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോകണം. ആ സ്ഥലം തീരുമാനാകൂ. അല്ലാതെ ആ പൈപ്പ് ഇതിലൂടെ പോരണ്ടേ? ഒരടിയിലൂടെ ഒരു പൈപ്പ് പോകാനാണ് അത്ര തർക്കം. ഒരു വെള്ളത്തിന്റെ പൈപ്പല്ലേ, ജനങ്ങൾക്കുള്ള ഉപകാരല്ലേ? ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ഉപകാരം കിട്ടുന്നത് ഖബറിലേക്ക്? ഒരുപാട് ഉപകാരം കിട്ടും. ബൈത്തുല്ലിൽ ഗരീബി ബനാഹു യഅ്വി ഇലൈഹി ഔ ബിനാഉ മഹല്ലി ദിക്രി. സാധുക്കൾക്ക് വേണ്ടി താമസിക്കാൻ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുക. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുക്കുക. ദിക്ർ ചൊല്ലാനുള്ള കേന്ദ്രം, പള്ളിയും മദ്രസയും സ്ഥാപനവും ഒക്കെ ആ പറഞ്ഞതിൽ പെട്ടു. ബിനാഉ മഹല്ലി ദിക്രി, ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രമുള്ള ദിക്ർ ഖാനകളുണ്ട്. തമിഴ്നാട്ടിലും മറ്റൊക്കെ പോയാൽ കാണാ ദിക്ർ ഖാന. അത് വർത്തമാനം പറയാൻ വേണ്ടി ചാവി തരൂല, ദിക്ർ ചൊല്ലാനാണ്. വർത്തമാനം പറഞ്ഞാൽ നല്ല കേൾക്കും വേണ്ടി വരും, കേട്ട് വരേണ്ടി വരും. ഷാറിലെ നല്ല വർത്താനം വേറെ. ദിക്ർ ചൊല്ലാൻ ചാവി തരും. അതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു കലാപം പറയാൻ പാടില്ല. കയറി ഇരിക്കുക, ദിക്ർ ചൊല്ലുക, ദുആ എടുക്കുക, ഇറങ്ങുക, പൂട്ടുക, ചാവി കൊടുക്കുക.
അത് ദിക്റെല്ലാം വേണ്ടി ഉണ്ടാക്കിയതാണ്, ദിക്ർഖാനകളാണ്. ഈ മദ്രസയിലും അതുപോലെ തന്നെ ദർസിലും ഇതിലൊക്കെ പഠിപ്പിക്കുന്നത് ദിക്റുകളാണ്. ഇൽമു മുഴുവനും ദിക്റല്ലേ, അല്ലാഹുവിന്റെ ദിക്റുകളാണ്, ഖുർആനോത്തുകളാണ്. പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ, ദർസ് അതൊക്കെ സംവിധാനിക്കുന്നത് അതിന്റെ ഭാഗമാണ്. പഴയ കാലത്ത് അങ്ങനെ സംവിധാനിച്ച് സ്ഥലം കൊടുത്തതും ബിൽഡിംഗ് ഉണ്ടാക്കിയതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇവിടെയും സൗകര്യങ്ങളൊക്കെ ഏറെ ആളുകൾ ചെയ്തു കൊടുത്തൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. 10ാമതായിട്ട് എണ്ണിവ തഅലീമുൽ ലിഖുർആനിൻ കരീമി ഫഖുദ്ഹാ മിൻ അഹാദീസിൻ ബിഹസ്രി. ഖുർആനോത്ത് പഠിപ്പിക്കുക, മക്കൾക്കൊക്കെ ഖുർആനോത്ത് പഠിപ്പിക്കുക. നന്നായി ഓതാൻ, മഖ്റജ് അനുസരിച്ച് ഓതാനുള്ള ഓത്ത് പഠിപ്പിക്കുക. അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം. കുടുംബത്തിലെ സ്ത്രീകൾക്ക്, സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം. ഖുർആൻ അറിയുന്ന ആള് മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം. ബാപ്പമാര്, ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കാം. ഉസ്താദുമാര് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് തഅലീമുൽ ഖുർആൻ. ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത് ഇവർ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുഖ്യമായതാണത്. അത് 1ാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച്, പിന്നെ അത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച്, കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച്, പിന്നെ അതിന്റെ റസ്മുൽ ഉസ്മാനിന്റെ ശൈലി പഠിപ്പിച്ച്. ഇതൊക്കെ ഓരോ തരത്തിലാണ്. അപ്പൊ ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ്. എല്ലാത്തിനും കൂലി കിട്ടും. ഖുർആൻ പഠനത്തിന്റെ ഭാഗമാണത്. അതിനോടൊപ്പം ഉപ്പമാരൊക്കെ മക്കളെ ഖുർആനോത്ത്, ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം. തെറ്റില്ലാതവർ ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ചയും മഹാനവറുകൾ പ്രത്യേക സമയം നീക്കി വെച്ചിരുന്നു മക്കളെ ഓത്ത് കേൾക്കാൻ. ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമാണത്. മുഅല്ലിമിനോട് പറയും, വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അവർ ഓതി പഠിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ മക്കൾ വരുമ്പോ മൂത്ത ആള്, മുതിർന്ന ആള് ആദ്യം വരുന്നു, ഓതിക്കൊടുക്കുന്നു. പിന്നെ 2ാമത്തെ ആള് വരുന്നു, ഓതിക്കൊടുക്കുന്നു. മഹാനവറുകൾ ഇരുന്നിട്ട് അവരെ ഓത്തൊക്കെ ശരിയായ നിലക്ക് വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, തെറ്റുകളും മറ്റൊക്കെ തിരുത്തി കൊടുക്കുന്നു. ആ ഒരു ശൈലി സ്വീകരിക്കണം. അതും താലീമിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ. ഉപ്പമാര്, ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കള് സ്വാലിഹീങ്ങളായി കിട്ടൂ. മക്കള് നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. ഖുർആന് നന്നായി ഓതാൻ പഠിപ്പിക്കണം. അത് കുട്ടികളുടെ സ്വഭാവം നന്നാകാനും അവര് അനുസരിക്കാനും നല്ലവരാകാനും കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ഞാനും നിങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്. മരിക്കുന്ന നേരത്ത് അല്ലാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇൽമുമായി നല്ലോണം ബന്ധപ്പെട്ട് ജീവിക്കുക. ഇൽമു പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകുക. അതേ, എത്ര വയസ്സായാലും ഇൽമു പഠിക്കാലോ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠനം നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ? 50 വയസ്സ് വരെ മഹാനവറുകൾ പഠനരംഗത്താണ്. സുബ്ഹാനല്ലാഹ്, എത്ര നീണ്ട വർഷക്കാലമാണ് ഇൽമു പഠിച്ചത്. ചെറിയൊരു പഠനം കൊണ്ട് നിർത്തിയില്ലല്ലോ. അതുകൊണ്ട് പഠിച്ച വിഷയവും പഠിക്കാത്ത വിഷയവും പ്രായം മാനിക്കാതെ എത്ര കാലവും പഠിക്കാം. വായിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ പഠനത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മസ്അലയോ, ഓരോ ഹദീസോ, ഓരോ ചരിത്രമോ വായിച്ച് കേട്ട് ശ്രദ്ധിച്ച് പഠിച്ച് വിലയിരുത്തി അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇൽമു ധാരാളം പഠിക്കുന്നതും കേൾക്കുന്നതും നമ്മുടെ ഖൽബ് നന്നാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഖൽബിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കേണ്ടത് ഇൽമു കൊണ്ടാണ്. ഖൽബിനുള്ള നൂറല്ലേ ഇൽമെന്ന് പറയുന്നത്. ആ ഖൽബിന് വെളിച്ചം കൂടി കിട്ടാനും ആത്മീയത വർദ്ധിച്ചു കിട്ടാനും ഇൽമാണ് ഏറ്റവും വലിയ സഹായകമായി വർത്തിക്കുന്നത്. ഇൽമുള്ള ആളുകളുടെ ഖൽബിന് എന്തൊരു വൃത്തിയാണ് സഹോദരങ്ങളെ.
ചെറിയ വൃത്തിയല്ലല്ലോ. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ ആലിമാണ്. ശാഫി ഇമാമു തങ്ങളെ ഖൽബിന് എന്തൊരു ക്ലിയറാണ്. ഖൽബിന്റെ ക്ലിയർ എത്രയാണോ അതിനനുസരിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുന്നതും നമ്മെ നോക്കുന്നതും. ബിഖദ്രി തസ്ഫിയത്തിൽ ലിൽ ഖൽബി ഖാലിഖുഹു ഫീഹി തജല്ലാ സ്വഫാ അൽ ഖൽബി ഫൽതസിമി. തസ്ഫിയത്തുൽ ഖൽബിന്റെ കണക്കനുസരിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിഗണന. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് വന്നിട്ട് ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദേ നിങ്ങളെപ്പറ്റി അപ്പുറത്തതാ വലിയൊരു ആലിമ് നിങ്ങളെപ്പറ്റി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ദുആ ചെയ്യുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി അവിടെ മറ്റേയാള് ദ്വാരക്കുന്നുണ്ട്. നിങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ ഇൽമൊക്കെ പോയി പോകുന്നാണ് ദുആഇന്റെ ബാക്കിയിലുള്ളത്. ശിഷ്യന്മാരത് വന്നു പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, സാരമില്ല, അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ തമന്നാ ഉനാസുൻ അൻ അമൂതാ വ ഇൻ അമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദീ. കുറച്ചാളുകൾ ഞാൻ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയി. സാരമില്ല, മരണം എനിക്ക് മാത്രമുള്ളൊരു മാർഗമല്ലല്ലോ. അങ്ങനെയാകുമ്പോഴല്ലേ ആ സന്തോഷത്തിന് കാര്യമുള്ളൂ. അതിൽ ഞാൻ ഒറ്റക്കല്ലല്ലോ പോകുന്നത്. ഞാൻ മരിക്കും പോലെ അവരും മരിക്കുമല്ലോ. എനിക്കവരോട് പരാതിയില്ല, അവരോട് എതിർപ്പില്ല. അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തിരിച്ചു ഒന്നും പറയാതെ മഗ്ഫിറത്തിന് റഹ്മത്തിന് ദുആ ചെയ്യുമ്പോ ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു പോയി. അവരുടെ ഖൽബിന്റെ തെളിവാണ് സഹോദരങ്ങളെ ആ കണ്ടത്. പറഞ്ഞ ആളെ എതിർത്ത് പറയാനോ, അയാളെ ചീത്ത പറയാനോ, അയാളെ ശപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഉലമാ തയ്യാറാകാറില്ല. കണ്ടില്ലേ നിങ്ങൾ ഉലമാഇനെ അപഹസിക്കുന്ന, ചീത്ത പറയുന്ന, എതിർക്കുന്ന, കുറവുകളും കുറ്റങ്ങളും മാത്രം നോക്കിയിട്ട് രാവും പകലും തള്ളി നീക്കുന്ന എത്രയോ സാധനങ്ങളെ കാണാം. പക്ഷേ നമുക്ക് അവരോട് പരിതാപകരമേ ഉള്ളൂ. അല്ലാഹു തആല അവർക്ക് ഖൈറ് നൽകട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നല്ല മാർഗവും നൽകിയിട്ട് നന്നാക്കി കൊടുക്കട്ടെ. അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബുർദ മജ്ലിസ് ചൊല്ലാൻ എല്ലാവരും റാഹത്തോടെ ചൊല്ല. നല്ല സദസ്സല്ലേ, അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ബുർദ ചൊല്ലുന്നത് കാരണം ഇനി റോട്ടിലും മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടും മറ്റൊന്നുമില്ലെങ്കിൽ മുതല്ലിമീങ്ങളെല്ലാവരും അങ്ങോട്ട് സദസ്സിലേക്ക് വരിക. പള്ളിയുടെ അപ്പുറത്തുള്ള ആളുകളൊക്കെ ഒരാളും അവിടെ നിൽക്കേണ്ടതില്ല, എല്ലാവരും സദസ്സിലേക്ക് വന്ന് ഈ മജ്ലിസിൽ സംബന്ധിക്കുക. അള്ളാഹു തആല കബൂലാക്കട്ടെ. നല്ല മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാം.